നമസ്കാരം. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എല്ലാവരും. 2025 ആകുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ആ മാറ്റങ്ങളിൽ പലതും പ്രവാസികളെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. UAE-യിൽ അടുത്ത വർഷം ചില നിയമ ഭേദഗതികൾ വരുമെന്നാണ് അറിയുന്നത്. ഇതിൽ ചിലത് പ്രവാസികളെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നതാണ്. ഗൾഫ് പ്രവാസികളുടെ പോറ്റമ്മയാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പ്രവാസികളെ പ്രതികൂലമായും അനുകൂലമായും ഒക്കെ ബാധിക്കാറുണ്ട്. 2025 വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം സ്വദേശിവൽക്കരണമാണ്. 2025 20 മുതൽ 49 വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ 2 സ്വദേശി പൗരന്മാരെ നിയമിക്കണം. ഇതുവരെ 50-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ നിയമം ബാധകമായിരുന്നത്. സ്വദേശിവൽക്കരണ വ്യവസ്ഥകൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് 96,000 ദിർഹം പിഴ ഈടാക്കും. ഇത് ജനുവരി മുതൽ ഈടാക്കി തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ 2025 സ്വദേശിവൽക്കരണ വ്യവസ്ഥകൾ പാലിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് 2026 1,08,000 ദിർഹമായിരിക്കും പിഴയായി ഈടാക്കുക. ഗൾഫ് രാജ്യങ്ങൾ പ്രവാസികളെ വിവിധ തൊഴിൽ മേഖലകളിൽ നിന്ന് ഒഴിവാക്കുകയും സ്വദേശിവൽക്കരണം ശക്തമാക്കുകയും ചെയ്യുകയാണ്. UAE-യിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 1,18,000 കടന്നു കഴിഞ്ഞു. 2026 സ്വകാര്യ മേഖലയിൽ 10% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫീസ് നടപ്പാക്കുകയും ആനുകൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെയാണ് സ്വകാര്യ മേഖലയിലേക്ക് സ്വദേശികളെ ആകർഷിച്ചത്. ശമ്പള പിന്തുണ പദ്ധതി, പെൻഷൻ, ചൈൽഡ് അലവൻസ്, പ്രസവാവധി തുടങ്ങി ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് സർക്കാർ ഇവർക്ക് നൽകി വരുന്നത്. കൂടാതെ സർക്കാർ കേന്ദ്രീകൃത ടെൻഡറുകളിൽ കമ്പനികൾക്ക് മുൻഗണനയും ലഭിക്കും. സ്വദേശിവൽക്കരണത്തിന്റെ ഫലമായി കഴിഞ്ഞ ജൂലൈ വരെ 1.13 ലക്ഷം സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ നിയമനം നേടിയിട്ടുണ്ട്. ഇതിൽ 81,000 പേർ നാഫീസ് വഴി നിയമനം ലഭിച്ചവരാണ്. ഈ വർഷം രണ്ടാം പാദത്തിലെ കണക്കനുസരിച്ച് 21,000 സ്വകാര്യ കമ്പനികളിൽ ഇമറാത്തികളുടെ സാന്നിധ്യവുമുണ്ട്. എന്തായാലും സ്വദേശിവൽക്കരണം പ്രവാസികൾക്ക് പണിയാകും. ഇനി 2025 വരുന്ന മറ്റൊരു പ്രധാന മാറ്റം ഫെഡറൽ ഗതാഗത നിയമമാണ്. UAE-യിൽ 2025 മാർച്ചിലാണ് ഗതാഗത രംഗത്ത് പ്രധാന മാറ്റം വരുന്നത്. ലൈസൻസ് എടുക്കാനുള്ള പ്രായത്തിലാണ് മാറ്റം വരുന്നത്. ലൈസൻസ് എടുക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 17 വയസ്സിലേക്ക് മാറുകയാണ്. നിലവിൽ ഇത് 18 വയസ്സാണ്. വലിയ ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്നത് നിയമവിരുദ്ധമാകും. അനാവശ്യമായി കാർ ഹോണുകൾ മുഴക്കുന്നതും നിയന്ത്രിക്കണം. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലൂടെ സീബ്ര ക്രോസിംഗിലൂടെ നിശ്ചിത സ്ഥലത്തൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടന്നാൽ 10,000 ദിർഹം വരെ പിഴ ലഭിക്കും. അപകടമുണ്ടായാൽ ജയിൽ ശിക്ഷയും പിഴയുമാണ്. മാത്രമല്ല, മദ്യപിച്ച് വാഹനം ഓടിച്ചാലും അപകടമുണ്ടായി നിർത്താതെ കടന്നുപോയാലുമെല്ലാം പിഴയുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരികയാണ്. 1 ലക്ഷം ദിർഹം വരെ പിഴയും 2 വർഷം വരെ ജയിൽ ശിക്ഷയുമാണ് ഇത്തരം തെറ്റുകൾക്ക് പരമാവധി ശിക്ഷ. മൂന്നാമതായി പറയുന്നത്, ആഹാരത്തിലെ പോഷകമൂല്യം അനുസരിച്ച് ഗ്രേഡിംഗ് സംവിധാനം അബുദാബിയിൽ നിലവിൽ വരും. ന്യൂട്രിമാർക്കില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ വിൽക്കാനായി പ്രദർശിപ്പിച്ചാൽ പിഴ ലഭിക്കും. ആദ്യഘട്ടത്തിൽ ബേക്ക് ചെയ്ത സാധനങ്ങൾ, എണ്ണകൾ, പാലുൽപ്പന്നങ്ങൾ, കുട്ടികൾക്കുള്ള ഭക്ഷണം, പാനീയങ്ങൾ എന്നിവയ്ക്കാണ് ഗ്രേഡിംഗ് നൽകേണ്ടത്. പോഷകമൂല്യം അനുസരിച്ച് A മുതൽ E വരെയുള്ള ഗ്രേഡിംഗ് ആണ് നൽകേണ്ടത്. നാലാമത്തേതായി വരുന്ന മാറ്റം സ്ത്രീ പ്രാതിനിധ്യമാണ്. സ്വകാര്യ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ സ്ത്രീകൾ ഉണ്ടാകണം. ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിലാകും. UAE സാമ്പത്തിക മന്ത്രാലയത്തിൻ്റെതാണ് തീരുമാനം. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചതിന് ശേഷം വനിതകൾക്ക് 1 സീറ്റെങ്കിലും നൽകണം. ഇനി അഞ്ചാമതായി വരുന്ന മാറ്റം നിർബന്ധിത ജനിതക പരിശോധനയാണ്. വിവാഹത്തിനു മുമ്പുള്ള നിർബന്ധിത ജനിതക പരിശോധന 2025 ജനുവരി 1 മുതൽ നടപ്പിലാകും. വിവാഹിതരാകുന്ന സ്വദേശി പൗരന്മാർക്ക് വിവാഹത്തിനു മുൻപുള്ള സ്ക്രീനിങ്ങുകളിൽ ജനിതക പരിശോധന നിർബന്ധമാക്കിയിരിക്കുകയാണ് അബുദാബി ആരോഗ്യവകുപ്പ്. പൗരന്മാർക്കും പ്രവാസികൾക്കും വിവാഹത്തിനു മുമ്പുള്ള മെഡിക്കൽ പരിശോധന നിർബന്ധമായിരുന്നുവെങ്കിലും ജനിതക പരിശോധന ആവശ്യമെങ്കിൽ ചെയ്യാമെന്ന രീതിയിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.